പോകുന്നത്. ശ്രദ്ധിച്ചോണം, ദേ സ്റ്റാർട്ട് ചെയ്തു, ഫുൾ ത്രോട്ടിൽ. ലേഡീസിനൊക്കെ കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ പറയുന്നു. ഒന്നുകൂടെ ഞാൻ ദേ ബ്രേക്കിൽ നിന്നൊക്കെ കാലെടുത്തു, ആക്സിലേറ്റർ ഫ്രീ ആണ്, വാഹനം പതുക്കെ പുറകോട്ട് പോകുന്നുണ്ട്. ഒരു ഫാമിലി കാർ നിങ്ങൾ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തെങ്ങണ പോപ്പുലർ ഹുണ്ടായുടെ ഷോറൂമിലാണ്. ഇവിടെ നിന്നാണ് നമ്മളിപ്പം ഹുണ്ടായുടെ ഗ്രാൻഡ് ഐറ്റൻ നിയോസ് എടുക്കുന്നത്. കുറച്ച് പേരെങ്കിലും ചോദിക്കുമായിരിക്കും, ഇത്രയും നല്ല വാഹനമാണോ ഇത്? ഞാൻ ഏതായാലും കുറച്ച് കിലോമീറ്ററോളം ഈ വാഹനത്തിലൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കി. എനിക്കിഷ്ടപ്പെട്ട കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക. ഈ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽസും കൂടെ ഒന്ന് ഞാൻ പറഞ്ഞു തരാമെന്ന് ഉദ്ദേശിക്കുന്നു. അതായത് 10 ലക്ഷം രൂപയ്ക്ക് താഴെ കിട്ടുന്ന ഒരു വാഹനം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്നൊരു വാഹനമാണിത്. അതായത് എക്സ്-ഷോറൂം പ്രൈസ് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. 7,22,000 രൂപയ്ക്ക് നമുക്കിതിൻ്റെ ബേസ് വേരിയൻറ്റ് കിട്ടും. ടോപ്പ് വേരിയൻറ്റ് നോക്കുകയാണെങ്കിൽ 9,63,000 രൂപ വരെ നമുക്കിതിന് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10 ലക്ഷം രൂപയ്ക്ക് കിട്ടുന്ന ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷമാണ് നമ്മളിന്നിപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MZ എക്സ്പ്ലോർ. ഏതായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു വാഹനത്തിൻ്റെ കുറച്ച് വിശേഷങ്ങൾ പെട്ടെന്നൊന്ന് പറഞ്ഞു പോയി. ഹുണ്ടായുടെ ഒരു വലിയ ലോഗോ കാണാൻ സാധിക്കും. പെയിൻറ്റഡ് ടൈപ്പ് ഗ്രില്ല് കാണാം, അതായത് ഗ്ലോസി പെയിൻറ്റ് ടൈപ്പ് നമുക്കൊരു വലിയ ഗ്രില്ല് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഒരു DRL കാണാൻ സാധിക്കും. പക്ഷേ DRL കുറച്ച് പേർക്കെങ്കിലും ഒരു ഡൗട്ട് തോന്നുമായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് മാത്രം തോന്നിയൊരു ഡൗട്ടായിരിക്കും. ഡിസയറിൻ്റെ ടെയിൽ ലാമ്പിൻ്റെ ലൈറ്റുമായിട്ട് എവിടെയെങ്കിലും ഒരു സാമ്യം എനിക്ക് തോന്നി. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടുക. ഓക്കെ, അത് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു വലിയൊരു ഹെഡ് ലാമ്പ് യൂണിറ്റ് കാണാൻ സാധിക്കും. ഒരു സിംഗിൾ ഹെഡ്ലൈറ്റ് ആണ് ഇവിടെ വരുന്നത്, അതായത് ഹൈ ആൻഡ് ലോ ഈ ഒരു ഒറ്റ പ്രൊജക്ടറിനകത്താണ് വരുന്നത്. പക്ഷേ നമുക്കെല്ലാം സന്തോഷിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. വേറൊന്നുമല്ല, ഇതിൽ ഹാലജൻ ബൾബാണ് വരുന്നത്. ഹാലജൻ ബൾബ് വരുമ്പോൾ സന്തോഷം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് LED ആഡ് ചെയ്യാൻ സാധിക്കും. നമുക്കിഷ്ടമുള്ള LED ആഡ് ചെയ്യാൻ സാധിക്കും. അതൊരു വലിയൊരു പോസിറ്റീവ് സൈഡാണ്. കാരണം ഇപ്പം വരുന്ന ടോപ്പ് വേരിയൻ്റ് വാഹനമൊക്കെ എടുക്കുമ്പോൾ LED ഇൻബിൽറ്റാണ് നമുക്ക് കിട്ടുന്നത്. ഇൻബിൽറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മാറ്റാൻ സാധിക്കത്തില്ല. അത് വെച്ച് നോക്കുമ്പോൾ അടിപൊളിയാണ്. പിന്നെ ഒരു ഹാലജൻ്റെ ഇൻഡിക്കേറ്റർ ലൈറ്റ് കാണാൻ സാധിക്കും. ഇവിടെ താഴെ ഒരു എയർ എടുക്കാൻ വേണ്ടി ഒരു ഇൻസേർട്ട് കാണാൻ സാധിക്കും. പക്ഷേ അത് ആക്റ്റീവാണ്. നമുക്ക് വേണ്ട ഈ സൈഡിൽ കൂടെ ടയേഴ്സൊക്കെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി ആ ഒരു എയർ അല്ലെങ്കിൽ ആ ഒരു ഫ്ലോ കൃത്യമായിട്ട് കിട്ടുന്നതായിരിക്കും. ഈ സൈഡിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ടയറിൻ്റെ പ്രൊഫൈൽ കാണാൻ സാധിക്കും. 175/60R15 ഏറ്റവും ടോപ്പ് വേരിയൻ്റെ സൈസ് വരുന്നത്. അതിൻ്റെ അലോയുടെ ഡിസൈൻ, ഒരു ഡയമണ്ട് കട്ട് അലോയുടെ ഡിസൈനും നല്ല കിഡുമാണ് കാണാൻ തന്നെ പറയാം. കാരണം ഒരു വെറൈറ്റി ഡിസൈനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സ്മാർട്ട് ഓട്ടോ അഥവാ AMT തന്നെയാണ് ഈ വാഹനം വരുന്നത്. അതുകൊണ്ട് മാത്രമാണ് അവിടെ സ്മാർട്ട് ഓട്ടോ എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത്. മിറേഴ്സ് കാണാൻ സാധിക്കും. ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്. 360 ഡിഗ്രി ഇല്ല. ഇൻബിൽറ്റ് തന്നെ നമുക്ക് ക്രോം ഹാൻഡിൽസ് ആണ് വരുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് റിക്വസ്റ്റ് സ്വിച്ചും വരുന്നുണ്ട്. അതായത് ലോക്ക് ചെയ്യാൻ വേണ്ടി താക്കോല് കയ്യിലുണ്ടെങ്കിൽ ലോക്ക് ആൻഡ് അൺലോക്ക് ചെയ്യാൻ സാധിക്കും. അത് കഴിയുമ്പോൾ ഇവിടെ എല്ലാം ക്രോം ഡോർ ഹാൻഡിൽസ് ആണ് വരുന്നത്. ഗ്രാൻഡ് ഐറ്റൻ, അതാണ് G-i10 എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇത് നിയോസ് വേരിയൻ്റ് ആണ്. ഇവിടെ നിന്ന് ശരിക്കും ഈ ഒരു ഡിസൈൻ വരുന്നത് കാണുമ്പോൾ നല്ല രസമുണ്ട്. ഇവിടെ ഒന്ന് ചെറുതായി ഇവിടെ ഒരു മീനിൻ്റെയൊക്കെ ഒരു വാല് പോലത്തെ ഒരു ഫീല് എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പാർക്ക് ലൈറ്റ്സ് കാണാൻ സാധിക്കും. കണക്റ്റഡ് ലൈറ്റ്സ് ആണ് നമുക്ക് തോന്നിക്കുമെങ്കിൽ പോലും കണക്റ്റഡ് അല്ല. തൊട്ട് താഴെയായിട്ട് ഒരു ക്യാമറ കാണാൻ സാധിക്കും. ഒരു റിവേഴ്സ് ക്യാമറ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഹുണ്ടായുടെ ലോഗോ, നിയോസ് എന്നൊരു വലിയൊരു ബാഡ്ജിങ്. ഗ്രാൻഡ് i0 അല്ല, ഒരു 1 ഇവിടെ മിസ് ചെയ്ത് പോയിട്ടുണ്ട്. ഗ്രാൻഡ് i10 ആണ് വരുന്നത്. അതുപോലെ തന്നെ ബാക്കിൽ 2 പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. ചെറിയൊരു സ്കിഡ് പ്ലേറ്റ് പോലെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് ബാക്കി വരുന്നത്. ഒരു ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ്, അതിൻ്റെ കൂട്ടത്തിൽ വിട്ടുപോയൊരു ഷാർക്ക് ഫിൻ ആൻറ്റിന. ഏറ്റവും നല്ലൊരു കാര്യമാണ്, ഇപ്പോൾ എല്ലാത്തിനും ഷാർക്ക് ഫിൻ ആൻറ്റിനയാണ് വരുന്നത്. ഡിഫോഗർ ലൈൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരു റിയർ വൈപ്പറും കാണാം. നമുക്ക് ഏതായാലും ഇവിടെ താഴെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ബൂട്ട് ഓപ്പണിങ്ങിന് ഇവിടെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. റിക്വസ്റ്റ് കീ അല്ലെങ്കിൽ നമ്മുടെ സ്വിച്ച്, ഈ റിമോട്ട് നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം അൺലോക്ക് ആകുന്നതായിരിക്കും. ഒരു നല്ലൊരു പാർസൽ ട്രെയിൻ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കാണാൻ നല്ല അടിപൊളിയാണ്. ആവശ്യം ഉണ്ടെങ്കിലും ഇതെടുത്ത് വയ്ക്കാം, ആവശ്യമില്ലെങ്കിൽ ഇതെടുത്ത് പുറത്തോട്ട് വയ്ക്കാം. സ്പെയർ വീൽ നമുക്കിവിടെ താഴെ കാണാൻ സാധിക്കും. നോർമൽ റിമ്മ് തന്നെയാണ് വരുന്നത്. പക്ഷേ ടയർ സൈസ് വരുന്നത് 165/70R14 വരുന്നത്. ജസ്റ്റ് ഒരു സ്പെയർ വീലായിട്ട് മാത്രം നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അത് മനസ്സിലാക്കുക. കാരണം 14 ഇഞ്ചിൻ്റെയാണ് വരുന്നത്. ജസ്റ്റ് ഒരു സ്പെയർ വീൽ, ദാറ്റ്സ് ഓൾ. അപ്പം ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ പുറമേ ഉള്ള കാര്യങ്ങൾ, അതിൽ ഒരു കാര്യം കൂടി ഞാൻ എടുത്ത് പറയാൻ വിട്ടുപോയി, ആസ്ത. എനിക്ക് തോന്നുന്നു ഇപ്പോഴും നമ്മുടെ ഹുണ്ടായി ഏത് വേരിയൻ്റ് ആണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് വെക്കുന്നുണ്ട്. പല മാനുഫാക്ചേഴ്സും ഏത് വേരിയൻ്റ് ആണെന്നുള്ളത് വെക്കുന്നില്ല. എന്നാൽ ഇവിടെ ആസ്ത ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ റൂഫ് റെയിൽ കാണാൻ സാധിക്കും. ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്, 2 സൈഡിലായിട്ട് റൂഫ് റെയിൽസും കാണാൻ സാധിക്കും. ഇനി നമുക്ക് വാഹനത്തിനകത്തോട്ട് കയറിയിട്ട് അകത്തെ വിശേഷങ്ങളൊന്ന് പെട്ടെന്ന് നോക്കാം. വാഹനത്തിലോട്ട്
അകത്തോട്ട് കയറാം. നമുക്ക് വാഹനത്തിൽ കയറുന്ന സമയത്ത് സീറ്റ് കാണാൻ സാധിക്കും. നമ്മുടെ റിക്ലൈനർ അഡ്ജസ്റ്റിങ്ങും സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്കിവിടെ വരുന്നുണ്ട്. ഇതൊരു നല്ലൊരു സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റിങ്ങും നമുക്കിവിടെ വരുന്നുണ്ട്. ഇത് നല്ലൊരു ഫംഗ്ഷൻ തന്നെയാണ്. മാനുവൽ ആണെങ്കിൽ പോലും ഈ ഒരു ബഡ്ജറ്റിൽ നമുക്ക് സീറ്റ് ഹൈറ്റ് ഉൾപ്പെടെ കിട്ടുന്നത് കിട് തന്നെയാണ്. ഏതായാലും ആദ്യം തന്നെ ഈ ഡോർ പാഡ് തുറക്കുന്ന സമയത്ത് നമുക്ക് ഇവിടുത്തെ സ്വിച്ചസ് ഒക്കെ കാണാൻ സാധിക്കും. മിറർ അഡ്ജസ്റ്റിങ്, മിറർ ഫോൾഡിങ്, റൈറ്റ് ലെഫ്റ്റ്, പിന്നെ നമ്മുടെ ലോക്ക് ആൻഡ് അൺലോക്ക് സ്വിച്ച്. ഡ്രൈവർ സൈഡിൻ്റെ മാത്രം വൺ ടച്ച് ഡൗൺ മാത്രം വരുന്നുള്ളൂ, ബാക്കി മാനുവലാണ്. ഇതെല്ലാം മാനുവൽ അപ്പ് ആൻഡ് ഡൗൺ ആണ് വരുന്നത്. പിന്നെ നമ്മുടെ മിററിൻ്റെ ലോക്ക് ബട്ടണും വരുന്നുണ്ട്. നല്ലൊരു സ്പീക്കർ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അത്യാവശ്യം ഒരു ബോട്ടിൽ വെക്കാൻ പറ്റുന്നതും സൈഡിലോട്ട് ചെറിയൊരു പോക്കറ്റ് ഏരിയ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്കത് നല്ല കിഡിലൻ എ സി വെൻറ്റ് കാണാൻ സാധിക്കും. ഇങ്ങറ്റം അങ്ങറ്റം നല്ല അടിപൊളിയാണ് ഈ ഒരു എ സി വെൻറ്റ് കാണാൻ വേണ്ടി. ഇവിടെ ഡീഫോഗറിൻ്റെ ലൈൻസ് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഡീഫോഗർ വെൻറ്റ് കാണാൻ സാധിക്കും. സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച്, ഒരു ട്രാക്ഷൻ കൺട്രോളും ഹെഡ്ലൈറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ച് നമുക്കിവിടെ കാണാൻ സാധിക്കും. OBD, പിന്നെ നമ്മുടെ ഫ്യൂസിൻ്റെ കേസും വരുന്ന ഇവിടെയാണ്. തൊട്ട് താഴെയായിട്ട് നമുക്കിവിടെ ഹുഡ് ഓപ്പൺ ചെയ്യാനുള്ള ലിവറും കാണാൻ സാധിക്കും. മീറ്റർ യൂണിറ്റ് കാണാം. അതിൻ്റെ സെൻട്രലായിട്ട് ഒരു ചെറിയ TFT ഡിസ്പ്ലേയും കാണാൻ സാധിക്കും. 3.2 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് കാണാൻ സാധിക്കുന്നത്. സൈഡിലോട്ട് വരുന്ന സമയത്ത് ഒരു 8 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം കാണാൻ സാധിക്കും. അതിൽ കൂടുതലും ഫിസിക്കൽ സ്വിച്ചസ് ഉണ്ട്. അത് ഏറ്റവും വലിയൊരു ഗുണമാണെന്ന് ഞാൻ പറയും. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഈ റോട്ടറി നോബ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് പെട്ടെന്ന് സൗണ്ട് കൂട്ടാൻ കുറയ്ക്കാം. ഈ ഒരു കാര്യത്തിലൊക്കെ അടിപൊളിയാണ്. ട്യൂൺ ചെയ്യാനുള്ളത് എൻ്റർ ബട്ടണും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് പറഞ്ഞു പോകാം. താഴെ ഒരു AC വെൻറ്റ് കാണാൻ സാധിക്കും. AC-യുടെ ഓട്ടോ ക്ലൈമറ്റ് കൺട്രോളാണ് ഇവിടെ കിട്ടുന്നത്. പക്ഷേ ഈ താഴത്തെ പോർഷൻ നമുക്ക് ശരിക്കും നമ്മുടെ എക്സ്റ്ററിൻ്റെയൊക്കെ സെയിം ഫീല്. ഇതിനകത്ത് ഇൻറ്റേർണൽ വരുന്ന ടൈപ്പ് അല്ല, നമുക്ക് ഊരിയെടുക്കാൻ പറ്റുന്ന ടൈപ്പാണ്. കണ്ടോ, ഊരിയെടുക്കാൻ പറ്റുന്ന ടൈപ്പ് ചാർജിങ് പോർട്ടാണ് കിട്ടുന്നത്. അതായത് ബേസ് വേരിയൻ്റ് എടുത്താലും നിങ്ങൾക്ക് ഈ ഒരു ആക്സസറീസ് അതിൽ ആഡ് ചെയ്യാൻ സാധിക്കും. ഒരു ടൈപ്പ് ഫാസ്റ്റ് ചാർജറാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഒരു നോർമൽ USB നമുക്ക് ഇതിലോട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു USB ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ AMT വേരിയൻ്റ് ആണ്. അതായത് ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ് മാനുവലായിട്ട് പ്ലസ് ആൻഡ് മൈനസ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഗിയേഴ്സ് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. താഴോട്ട് വരുമ്പോൾ 2 കപ്പ് ഹോൾഡേഴ്സ്, ഒരു ചെറിയ കപ്പ് ഹോൾഡർ, ഒരു വലിയ കപ്പ് ഹോൾഡർ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ചെറിയൊരു ഏരിയ ഉണ്ട്. നമുക്ക് ഫോണൊക്കെ ജസ്റ്റ് ഇങ്ങനെ സൂക്ഷിക്കാനൊക്കെ സാധിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഒരു ഹാൻഡ് ബ്രേക്കും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പ്രത്യക്ഷത്തിൽ ഈ ഒരു സൈഡിൽ നിന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഡ്രൈവർ സൈഡിൻ്റെ മേലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും തന്നെ ഇല്ല. ഒരു അഡ്ജസ്റ്റബിൾ ടൈപ്പ്, അതായത് ഒരു മാനുവലി ഡിമ്മിങ് ടൈപ്പ് മിററാണ് നമുക്കിവിടെ കിട്ടുന്നത്. സ്റ്റിയറിങ്ങിൻ്റെ കാര്യം നോക്കാനാണെങ്കിൽ നമുക്ക് ടിൽറ്റ് കിട്ടുന്നുണ്ട്, ടെലിസ്കോപ്പിക് ഇല്ല. അതും കൂടെ വരികയായിരുന്നുണ്ടെങ്കിൽ നന്നായിരുന്നു. പക്ഷേ ഈ ഒരു വാഹനത്തിന് ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ അതിനും വേണ്ട ഒരു ഡിസ്റ്റൻസ് ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഞാൻ ഒരുപാട് കൺട്രോൾസ്, ഇതിൽ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് പറയാൻ സാധിക്കുന്നത് നമുക്കിവിടെ ക്രൂയിസ് കൺട്രോൾ വരുന്നു എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ക്ലസ്റ്ററിൻ്റെ സെറ്റിങ്സ് എല്ലാം നമുക്കിവിടെ ചെയ്യാൻ സാധിക്കും. ക്രൂയിസ് കൺട്രോളിൻ്റെ ബാക്കിയുള്ള സ്വിച്ചസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. മോഡ് കാര്യങ്ങളൊക്കെ നമ്മുടെ സ്റ്റീരിയോടെയാണ്. നമ്മുടെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിലെ ഓരോ കാര്യങ്ങളും നമുക്ക് മാറ്റാൻ ഇത് ചെയ്യാൻ സാധിക്കും. വോയിസ് റെക്കഗ്നൈസേഷൻ ഉണ്ട്. വോളിയം അപ്പ് ആൻഡ് ഡൗൺ, വോളിയം മ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഈ ബട്ടൺ പ്രസ് ചെയ്താൽ മതി. നെക്സ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് കോൾ ഫംഗ്ഷൻ സ്റ്റാർ കൊടുത്തിരിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞാൽ നമ്മുടെ വാഹനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മീറ്ററിൽ കാണുന്ന ഇൻഫർമേഷൻസ് ഒക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തേക്കാം. അതായത് നമുക്ക് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ടയർ പ്രഷർ മോണിറ്റർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓരോ ടയറിൻ്റെ പ്രഷറും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഓരോ സെറ്റിങ്സും, ഡോറിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ അത് നമുക്ക് ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലോട്ട് പോകും. ഓട്ടോ ലോക്ക് വേണമെങ്കിൽ ഓട്ടോ ലോക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ലൈറ്റ്സിൻ്റെ സെറ്റിങ് കാര്യങ്ങളൊക്കെ, അതായത് ഇലുമിനേഷൻ വരുന്നുണ്ട്. നമുക്ക് എത്ര ബ്രൈറ്റ്നസ് ആക്കണം അങ്ങനെയൊക്കെയുള്ള വളരെ മാക്സിമം ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റാനും കാര്യങ്ങളൊക്കെ സാധിക്കുന്നതാണ്. വൺ ടച്ച് ടേൺ ഇൻഡിക്കേറ്റർ, അതായത് നമുക്ക് ഈ പറയുന്ന പോലെ ലെയിൻ കീപ്പ് വേണോ വേണ്ടോ. ഇപ്പോൾ 3 ഫ്ലാഷസ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് 7 ഫ്ലാഷ് വരെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇത് ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. 1 2 3 4 5 6 7 അങ്ങനെ 7 ഫ്ലാഷിലോട്ട് നമുക്കത് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതൊക്കെ നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ആംബിയൻറ്റ് ലൈറ്റ്, അതിൻ്റെ ലെവൽ ഏത് വേണം എന്നുള്ളത്, അതായത് നമുക്ക് രാത്രി ഇതിൻ്റെ താഴെ 2 സൈഡിലായിട്ട് ലൈറ്റൊക്കെ ഉണ്ട്. നല്ല കിടുമായിരിക്കും അത് കാണാൻ വേണ്ടി രാത്രി സമയത്ത്. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഹെഡ്ലൈറ്റ്, ടൈം ഔട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്ക്, ഇനി സർവീസ് ഇൻറ്റേർണൽ, എനേബിൾ സർവീസ്, ഇൻ്റർവെൽസ് ആകുമ്പോഴത്തേക്കും നമുക്കത് കൃത്യമായിട്ട് പറയാൻ വേണ്ടിയുള്ളതാണ്. റീസെറ്റ് ചെയ്യണമെങ്കിൽ റീസെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്.
ഇനിയിപ്പോൾ നമുക്കൊന്ന് മാറ്റാം. നമ്മുടെ നോർമലായിട്ട് വരുന്ന കാര്യങ്ങൾ, അതായത് നമ്മുടെ ഡ്രൈവിംഗ് ഇപ്പം ഞാനൊരു 18.5 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്. 16.7 മൈലേജ് ആയിരുന്നു. പക്ഷേ ലാസ്റ്റ് ഞാൻ കുറച്ചൊന്ന് സ്പീഡ് എടുത്ത് നോക്കി, അപ്പോൾ കിട്ടിയ കാര്യങ്ങളാണ് ഈ കാണുന്നത്. 34 മിനിറ്റോളം ഞാൻ ഡ്രൈവ് ചെയ്തിട്ടുണ്ട് ഈ വാഹനം. അപ്പോൾ ഇനി ഏതായാലും ഞാനിത് കുറച്ചുകൂടി, ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡിജിറ്റൽ മീറ്റർ ആക്കണമെങ്കിൽ ഡിജിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ കിട്ടുന്നത്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മുടെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഒരുപാട് ഫീച്ചേഴ്സൊക്കെ ഉണ്ടെന്ന് തോന്നുമെങ്കിൽ പോലും ഒരുപാടൊന്നുമില്ല. ഇതിൽ ഏറ്റവും ഞാൻ എടുത്ത് കാണിക്കുന്നൊരു ഫീച്ചർ കാണിച്ചാൽ DRVM എന്ന് പറഞ്ഞൊരു മോഡുണ്ട്. ഇത് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അൺഎബിൾ വെൻ ദ വെഹിക്കിൾ ഈസ് ഇൻ പാർക്ക്ഡ്. ഓക്കെ, ഞാനിപ്പം ഇതിപ്പോൾ സംഭവം എന്നാന്ന് പറഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് ഓൺ ആയിരുന്നു. ഇപ്പം നിങ്ങൾക്ക് റിവേഴ്സ് ക്യാമറ ഓൺ ആയിരിക്കുകയാണ്. പക്ഷേ മോഡ് കിടക്കുന്ന ന്യൂട്രലാണ്. കണ്ടോ, ന്യൂട്രൽ മോഡിൽ എനിക്ക് റിവേഴ്സ് ക്യാമറ ഓൺ ചെയ്യാൻ സാധിക്കും. ആ ഒരു മോഡ് ഇട്ട് കഴിഞ്ഞാൽ അതൊരു നല്ലൊരു ഫീച്ചറായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഏതായാലും നല്ല ഫീച്ചറാണ്. അത് ഈ ഒരു വാഹനത്തിന് മാത്രമല്ല, വേറെ ഒരുപാട് വാഹനത്തിലുണ്ട്. ഫോണ്, മീഡിയ, ക്വയറ്റ് മോഡ്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഈ ക്വയറ്റ് മോഡ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലത്തെ മാത്രം സ്പീക്കർ കേൾക്കുക എന്നുള്ളതാണ്. പ്രൊവൈഡ്സ് ഓൺലി ദ ഫ്രണ്ട് സ്പീക്കർ വോളിയം ഈസ് ലിമിറ്റഡ് ടു ദ ഫാക്ടറി ക്വയറ്റ്. അപ്പം ഇതെന്നാന്ന് പറഞ്ഞാൽ ക്വയറ്റ് മോഡ് ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് സൗണ്ട് കേൾക്കാതെ അവർക്ക് ആ സ്പീക്കേഴ്സ് ഓഫും, ഫ്രണ്ടിലത്തെ സ്പീക്കർ വളരെ ചെറിയൊരു സൗണ്ടിലായിരിക്കും പ്ലേ ചെയ്യുന്നത്. ഇനി ഞാൻ ഏതായാലും കോ പാസഞ്ചർ സൈഡിലൊന്ന് ഇരുന്ന് നോക്കട്ടെ, അവിടുത്തെ എക്സ്പീരിയൻസ് കൂടെ ഞാനൊന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കോ പാസഞ്ചർ സൈഡിലോട്ട് ഞാൻ വന്നിരുന്നു. ഇതിപ്പം ബാക്കിലോട്ട് ഇറക്കിയിട്ടിരിക്കുന്നതാണോ എന്ന് അറിയത്തില്ല. ഇരുന്ന പൊസിഷനിൽ ഞാൻ ഇരിക്കുകയാണ്. ഓക്കെ, ഇത് താഴെ ഇട്ടപ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇതിപ്പം ഫുൾ ബാക്കിലല്ലായിരുന്നു കേട്ടോ, പക്ഷേ ഇതിൻ്റെ ചാര് ഒത്തിരി പുറകോട്ട് ഇറക്കിയിട്ടിരിക്കുകയാണ്. അത് ഞാനൊന്ന് സെറ്റ് ചെയ്തിട്ട് ഓക്കെ, ഇപ്പം ഞാൻ കംഫർട്ടബിളാണ്. നമ്മളെപ്പോഴും നോക്കുന്നൊരു കാര്യമാണ്, ഒരു കാരണവശാലും ഇത് കാലിലോട്ട് തട്ടുന്നില്ല. നല്ല ഇതാണ്. ഈ ഒരു പോർഷനൊക്കെ നമ്മുടെ എക്സ്റ്റേണലിലോട്ട് തന്നെ കൊണ്ടുവന്നിട്ടുള്ള ഭാഗങ്ങളാണ്. അത് ഞാൻ പിന്നെ എടുത്തെടുത്ത് പറയുന്നില്ല. ഈ സൈഡിലെ സൺവൈസർ നമ്മൾ താത്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗ്ലാസ് കാണാൻ സാധിക്കും. അത് അടിപൊളിയാണ്. സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ 6 എയർ ബാഗ് വരുന്നുണ്ട്. അതായത് 1, 2, 3, പിന്നെ സീറ്റ് 4, ഇവിടെ 5, അങ്ങനെ 6 എയർ ബാഗ് വരെയാണ് നമുക്ക് ടോട്ടൽ ഇവിടെ കിട്ടുന്നത്. നമുക്കിവിടെ മേളിലൊരു കുഞ്ഞൻ മൈക്ക് കാണാൻ സാധിക്കും. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ വോയിസ് റെക്കഗ്നൈസേഷന് വേണ്ടിയിട്ടും നമുക്ക് കോൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മൈക്കിൻ്റെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയുള്ള മൈക്കാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കിനി ബാക്കിലോട്ടൊന്ന് ഇരുന്ന് നോക്കാം. ഓക്കെ, അങ്ങനെ പുറകിലത്തെ സീറ്റിലിരിക്കുമ്പോൾ കൊള്ളാം. തൈ സപ്പോർട്ട് വലിയ കുഴപ്പമില്ല, മോശമാണെന്ന് പറയാൻ പറ്റത്തില്ല. ഒരു ഓക്കെ തൈ സപ്പോർട്ട് തന്നെ ഇവിടെ കിട്ടുന്നുണ്ട്. അത് ഓപ്പൺ ആയിട്ട് ഞാൻ പറയും. പിന്നെ സീറ്റിൻ്റെ മെറ്റീരിയൽ ഞാൻ ഫ്രണ്ട് ചെയ്ത് പറയാത്ത ബാക്കിലത്തെ കൂടെ നോക്കിയിട്ട് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫാബ്രിക്കും ലെതറും കൂടെ മിക്സ് ചെയ്ത് വരുന്ന ടൈപ്പാണ്. ഈ സൈഡെല്ലാം ലെതർ ടൈപ്പും ഇവിടെ വരുന്നൊരു ഫാബ്രിക് മെറ്റീരിയലാണ്. ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എനിക്ക് തോന്നിയിട്ടുള്ള ഹീറ്റ് കൂടുതൽ ഉണ്ടാകത്തില്ല. അതായത് ഡ്രൈവ് ചെയ്യുമ്പോൾ കംഫോർട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യം കംഫോർട്ടുണ്ട്. സോഫ്റ്റ്, അത്രയും സോഫ്റ്റാണെന്ന് ഞാൻ പറയത്തില്ല, ഒരു മീഡിയം ടൈപ്പാണെന്നേ പറയത്തുള്ളൂ. പക്ഷേ അത്യാവശ്യം ലോങ് ഡ്രൈവ് ഒക്കെ പോകുകയാണെങ്കിൽ ഒരു 2 to 3 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഒന്ന് ഇറങ്ങി പുറത്ത് നിൽക്കേണ്ടി വരും. ചിലപ്പോൾ ഈ ഒരു ഹാർഡ്നെസ് ഒക്കെ ഉണ്ട്. എനിക്ക് തോന്നിയൊരു കാര്യമാണ്. ഇത് യൂസ് ചെയ്യുന്നവർ ജസ്റ്റ് ഒരു കമൻറ്റും കൂടെ ഒന്ന് കൊടുത്തേക്കുക. പിന്നെ സീറ്റിൻ്റെ ഇവിടെ ഇത്രയും കുഴിവ് കൊടുത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് നമുക്ക് ഇങ്ങനെ സുഖമായിട്ട് അതുപോലെ മുട്ട് തട്ടാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ നീ ഇവിടെ വന്ന് തട്ടാതിരിക്കാൻ വേണ്ടിയുള്ള രീതിക്കാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഇവിടെ ഒരു പോക്കറ്റ് ഉണ്ട്. ഈ സൈഡിൽ പോക്കറ്റൊന്നുമില്ല. AC വെൻറ്റ് കാണാൻ സാധിക്കും, നല്ലൊരു കാര്യമാണ്. ബ്ലോർ ഒന്നും അഡീഷണൽ കൊടുത്തിട്ടില്ല. ഫ്രണ്ടിൽ നിന്ന് നേരെ ഒരു പൈപ്പിട്ടുള്ള കണക്ഷൻ മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു 12 വോൾട്ടിൻ്റെ പവർ സോക്കറ്റ് നമുക്കുണ്ട്, എന്തെങ്കിലും കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ നമുക്കൊരു ലൈറ്റ് കാണാൻ സാധിക്കും. അതും ഹാലജൻ ആണ്. LED ആക്കിയിരുന്നെങ്കിൽ നല്ലതാണെന്നൊരു സജഷൻ ഉണ്ട്. ഗ്രാബ് റെയിൽസ് 2 സൈഡിലും വരുന്നുണ്ട്. പിന്നെ ഡോർ പാഡ് എല്ലാം നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ബോട്ടിൽ ഹോൾഡർ ഉണ്ട്. അത്യാവശ്യം ഒരു 1 ലിറ്ററിൻ്റെ ബോട്ടിൽ സുഖമായിട്ട് കൊള്ളും. സ്പീക്കറും കൂടെ നമുക്കിവിടെ കാണാൻ സാധിക്കും. റിയർ സീറ്റിലിരിക്കുന്ന സമയത്ത് 3 ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഇതെല്ലാം അഡ്ജസ്റ്റബിൾ ടൈപ്പ് ഹെഡ് റെസ്റ്റ് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്, ഈ 3. പക്ഷേ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, ഡ്രൈവർ സൈഡിലും കോ ഡ്രൈവർ സൈഡിലും കൂടെ ഇതുപോലത്തെ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു എന്നൊരു സജഷനുണ്ട്. 3 പേർക്ക് ഇരിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അത്യാവശ്യം എന്നെപ്പോലത്തെ ആൾക്കാർക്ക് വേണമെങ്കിൽ 3 പേർക്ക് സുഖമായിട്ടിരിക്കാം. അല്ലാതെ കുറച്ച് സൈസുള്ള ആൾക്കാരാണെങ്കിൽ 2 പേര് നല്ല കംഫർട്ടബിളായിട്ട് ഇരുന്ന് പോവാം എന്നേ പറയാൻ സാധിക്കത്തുള്ളൂ. 3 പേർക്ക് ഇട കുറവാണ്. അതായത് നമുക്ക് ഈ ഒരു പോർഷൻ കാണാൻ സാധിക്കും, ഇട കുറവ് തന്നെയാണ്. അപ്പോൾ 3 പേരായിട്ട് യാത്ര പോവുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ അടിപൊളിയായിരിക്കും. അതുപോലെ തന്നെ നമുക്കത് ഇവിടെ ഒരു ചെറിയൊരു പോർഷൻ കാണാൻ സാധിക്കും. എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അത് ഇങ്ങനെ ഒരു ചെറിയ ഹോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. സീറ്റ് ബെൽറ്റ് ചുമ്മാ ഇങ്ങനെ കിടന്ന് ഒച്ച ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടത് ഇവിടെ ഇങ്ങനെ നമുക്ക് കയറ്റി പിൻ ചെയ്ത് വെക്കാൻ സാധിക്കുന്ന ഒരു രീതിയാണ്. ഇത് ആവശ്യമുള്ളവർക്ക് ചെയ്യാം, അല്ലെങ്കിൽ വെറുതെ നമ്മളിത് മടക്കുന്ന സമയത്ത് നേരെ സീറ്റ് ബെൽറ്റ് ഇതിൻ്റെ പുറയിലൊക്കെ പോയി ഇതുപോലെ ഇങ്ങനെ ചതഞ്ഞിരിക്കാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പം ഇങ്ങനൊരു അവസരം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലൊരു പ്രൊവിഷൻ കമ്പനി കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു നെഗറ്റീവ് പറയാനാണെങ്കിൽ ഇവിടെ ഒരു 60-40 സ്പ്ലിറ്റ് സീറ്റ് കൊടുത്തിട്ടില്ല. ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആണ്. നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ അഡീഷണൽ കയറ്റണമെന്നുണ്ടെങ്കിൽ സീറ്റ് ഫുള്ള് ഫോൾഡ് ചെയ്യേണ്ടി വരും. സീറ്റ് ഫുള്ള് ഫോൾഡ് ചെയ്യുമ്പോഴത്തേക്കും വേറെ ആർക്കും ഇവിടെ ഇരിക്കാൻ സാധിക്കത്തില്ല. അതും ഒരു നെഗറ്റീവ് സൈഡായിട്ട് നമുക്ക് പറയാൻ സാധിക്കും.
ഈ കീയുടെ ഒരു ഫംഗ്ഷൻ കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ കീയിൽ ശരിക്കും ലോക്ക്, അൺലോക്ക്, ഡിക്കി ഓപ്പൺ, അത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡിക്കി ഓപ്പൺ ആണ് കൊടുത്തിരിക്കുന്നത്. ഇത്രയും ഫീച്ചേഴ്സാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇതിൽ നമ്മുടെ സെൻട്രൽ ലോക്ക് നമ്മൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ സൗണ്ട് കേട്ടു, അൺലോക്ക് ചെയ്തപ്പോൾ സൗണ്ട് കേട്ടു. ഈ സൗണ്ട് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 2 ബട്ടണും ലോക്കും അൺലോക്കും കൂടെ ഒന്നിച്ച് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഹസാർഡ് ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം. 3 വട്ടം അത് ബ്ലിങ്ക് ചെയ്തു. ഇനി ഹസാർഡ് 3 വട്ടം ബ്ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഞാൻ ലോക്ക് ചെയ്യാണ്, ഒച്ചയില്ല. ഒന്നുകൂടെ അൺലോക്ക് ചെയ്യാണ്, ഒച്ചയില്ല. ലോക്ക് ചെയ്യാണ്, ഒച്ചയില്ല. ഇനി സൗണ്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ നോക്കി ഇൻഡിക്കേറ്ററിൻ്റെ സൈഡിലോട്ട് നോക്കണം. ഞാനിത് 2 കൂടെ ഒന്നിച്ച് പ്രസ് ചെയ്ത് പിടിക്കുകയാണ്. 3 വട്ടം ബ്ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ അത് സൗണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. ഓക്കെ, അങ്ങനെ വാഹനത്തിൻ്റെ അകത്തുള്ള വിശേഷങ്ങളെല്ലാം കഴിഞ്ഞ് ഇനി ഈ വാഹനത്തിൻ്റെ ഹൃദയഭാഗം, അതായത് എൻജിൻ റൂം നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. ഏതായാലും 1.2 ലിറ്റർ. ഇതിലെനിക്ക് ഏറ്റവും എടുത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെഗ്മെൻറ്റിലുള്ള വാഹനങ്ങളിൽ അത്യാവശ്യം ടോപ്പായിട്ട് നിൽക്കുന്ന ഒരു വാഹനം എന്ന് തന്നെ പറയാൻ സാധിക്കും. അതായത് ഒരു 4 സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് വാഹനമാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതായത് 4 സിലിണ്ടർ ഉണ്ട്. ഈ 4 സിലിണ്ടർ ഞാൻ എടുത്ത് പറയുന്നതിൻ്റെ കാര്യം സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. സ്വിഫ്റ്റ് എടുക്കണമെന്ന് പ്ലാൻ ചെയ്യുന്ന ഒരാൾ, സ്വിഫ്റ്റ് കുഴപ്പമുണ്ടെന്നൊന്നും ഞാൻ പറയത്തില്ല, നല്ല വാഹനമാണ്, ഒരു കുറ്റവും ഞാൻ പറയത്തില്ല. പക്ഷേ അവിടെ 3ക്ക് പകരം 4 സിലിണ്ടർ ആയിരുന്നെങ്കിലോ, കുറച്ചൊരു മൈലേജ് ഡ്രോപ്പ് വന്നിരുന്നെങ്കിൽ പോലും വാഹനത്തിൻ്റെ പെർഫോമൻസും പവറും അമ്മാതിരി അടിപൊളിയായിരുന്നു. പക്ഷേ ഇവിടെ ഒരുപാട് പെർഫോമൻസ് ഞാൻ പറയുന്നില്ല, പക്ഷേ 4 സിലിണ്ടറിൻ്റേതായ ഒരു ഗുണം ഇവിടെ നമുക്കുണ്ട്. ഇവിടെ ഒരു പാഡില്ല, അതായത് വൈബ്രേഷൻ ഡാമ്പ് ചെയ്യാനോ കാര്യങ്ങൾക്കൊന്നും ഒരു പാഡ് പോലുമില്ല, അല്ലെങ്കിൽ നോയ്സ് ഡാമ്പ് ചെയ്യാൻ വേണ്ടി ഒരു പാഡ് പോലുമില്ല. എന്തുകൊണ്ട്? വളരെ നോയ്സ് കുറവാണ്, വളരെ സൈലൻ്റ് ആണ് ഒരു 4 സിലിണ്ടർ എഞ്ചിൻ ആയതുകൊണ്ട്. ആ ഒരു കാര്യത്തിൽ ഞാൻ എപ്പോഴും ഒരു ഹൈലൈറ്റ് ആയിട്ട് തന്നെ ഒരു 4 സിലിണ്ടർ എഞ്ചിനെ ഞാൻ പൊക്കി പറഞ്ഞിരിക്കും. അത് വേറൊന്നും കൊണ്ടല്ല, ഇങ്ങനൊരു ഗുണം. അവർ ആ കോസ്റ്റ് കട്ടിങ് ചെയ്തിട്ടില്ല, ഇവരും ചെയ്യത്തില്ലെന്നല്ല, പക്ഷേ ഇപ്പം ചെയ്തിട്ടില്ല. അതുകൊണ്ട് നല്ലതാണ് ഞാൻ പറയും. ഓക്കെ, ശരി. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു 4 സിലിണ്ടർ എഞ്ചിനാണ് നമുക്കിവിടെ കിട്ടുന്നത്. പെർഫോമൻസ് വൈസ് വെച്ചാണെങ്കിലും മൈലേജിൻ്റെ വൈസൊക്കെ നോക്കാനാണെങ്കിലും ഏകദേശം ഒരു 20 കിലോമീറ്ററോളം മൈലേജ് പറയുമെങ്കിൽ പോലും നമുക്കിതൊരു ഔട്ട്പുട്ട് ഒരു 18.2 നമുക്ക് നിലവിൽ ഓൺ റോഡിൽ റിയൽ മൈലേജ് കിട്ടത്തുള്ളൂ. നമുക്കൊരു ചെറിയൊരു സ്പീഡ് ടെസ്റ്റ് നടത്തിയേക്കാം. ഏതായാലും ക്യാമറ ഞാൻ ഇവിടെ വെച്ചേക്കാം. അതിൻ്റെ സ്പീഡ് കാണാൻ വേണ്ടി ഞാനിവിടെ km/h കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കാണുന്ന രീതിക്ക് ഞാനൊന്ന് സെറ്റ് ചെയ്തേക്കാം. ഡ്രൈവ് മോഡിലാണ്, മാനുവലല്ല, ഡ്രൈവ് മോഡിൽ ഇട്ടിട്ടുണ്ട്. ഡ്രൈവിൻ്റെ ഗിയേഴ്സ് ചേഞ്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഞാൻ നന്നായിട്ട് റവ് ചെയ്താണെന്ന് പോകുന്നത്, ശ്രദ്ധിച്ചോണം. ദേ സ്റ്റാർട്ട് ചെയ്തു, ഫുൾ ത്രോട്ടിൽ. യെസ്, ഓരോ ഗിയർ ചേഞ്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാം. ഇടയ്ക്കൊന്ന് ബ്രേക്ക് ചെയ്യേണ്ടി വന്നു. ഏതായാലും റവ് ചെയ്യുന്നതിന് ഒരു രക്ഷയില്ല. നല്ല അടിപൊളിയായിട്ട് തന്നെ സ്പീഡ് ഗെയിൻ ചെയ്ത് പോകുന്നുണ്ടെന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് പറയാൻ സാധിക്കും. ഏതായാലും ഇന്നിവിടെ എന്തൊക്കെയോ പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏറെക്കുറെ ഞാനൊരു 80 മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. 80 വരെ നമ്മൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്തു, അധികം വേണ്ടി വന്നില്ല. പിന്നെ നന്നായിട്ട് റവ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഈ ഒരു AMT, അതായത് ഹുണ്ടായുടെ AMTക്ക് എന്തോ ഒരു വ്യത്യാസം എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. ചെറിയൊരു എവിടേക്കോ ഒരു ലാഗ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, പേഴ്സണലായിട്ട് ഞാൻ പറയുകയാണ്. കാരണം ഞാൻ 2-3 വാഹനങ്ങൾ, അതായത് 2-3 വേരിയൻസ് ഇതുപോലെ ഡ്രൈവ് ചെയ്തപ്പോഴേക്കും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, ചെറിയൊരു ലാഗ് എവിടേക്കോ ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങളിൽ ആർക്കെങ്കിലും അത് ഫീൽ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റും കൂടി ഇട്ടേക്കുക. ഏതായാലും ഒരു AMT വാഹനത്തിൻ്റെ ഗുണം ശരിക്കും നമുക്കൊരു മാനുവൽ വാഹനത്തിൻ്റെ സെയിം മൈലേജ്, അഥവാ മാനുവൽ വാഹനത്തിന് കഴിഞ്ഞ് ഒരു അല്പം കൂടെ മൈലേജ് കൂടുതൽ കിട്ടും ഒരു AMT വാഹനം ഓടിക്കുകയാണെങ്കിൽ. പക്ഷേ അതും നിങ്ങൾ ശ്രദ്ധിച്ച് ഓടിച്ചാൽ മാത്രമേ ഇത് കിട്ടത്തുള്ളൂ കേട്ടോ. അതും ഞാൻ എടുത്ത് പറയുകയാണ്. അല്ലാതെ ഞാനിപ്പോൾ ഓടിച്ചതുപോലെ ഓടിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് മൈലേജ് കിട്ടത്തില്ല. മൈലേജ് കിട്ടുന്ന രീതിക്ക് ഓടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റേതായ കൃത്യമായിട്ടുള്ള രീതിക്ക് ഓടിച്ചാൽ മാത്രം മൈലേജ് കിട്ടത്തുള്ളൂ. അപ്പം നിങ്ങളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ഈ പറഞ്ഞ പോയിന്റുകളിൽ തന്നെ ഓടിച്ചു കഴിഞ്ഞാൽ, അതായത് ഏകദേശം ഒരു 50 കിലോമീറ്ററിനകത്ത് ഒരു 5th ഗിയർ ആയെന്ന് ഉറപ്പ് വരുത്തുക. കൂടുതൽ ആക്സിലറേറ്റ് ചെയ്യാതിരിക്കാൻ നോക്കുക. 60 കിലോമീറ്റർ സ്പീഡ് അത്യാവശ്യം നല്ലൊരു സ്പീഡ് തന്നെയാണ്. 5th ഗിയർ അതും മോശമില്ലാത്ത നല്ലൊരു ഗിയറിൽ തന്നെയാണ് കിടക്കുന്നത്. ഇങ്ങനെ ഓടിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല ഫ്യൂൽ എഫിഷ്യൻസി കിട്ടുന്നതായിരിക്കും. AMT വാഹനം ഉപയോഗിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഒരു കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കയറ്റം കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴും ഫസ്റ്റ് ഗിയറിൽ തന്നെയാണ് കയറുന്നത്. പക്ഷേ RPM ഏകദേശം ഒരു 2500 ഉണ്ട്. ഇപ്പം നമുക്ക് നോർമലായിട്ട് സെക്കൻഡ് ഗിയർ ഇടാൻ പറ്റും. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ മാനുവൽ ഇടുക, നേരെ പ്ലസിലോട്ട് കൊടുക്കുക, സെക്കൻഡ് ഗിയർ ഷിഫ്റ്റായി. ഇനി ഞാൻ പോവുകയാണ്. ഏകദേശം ഒരു 2000 RPM ആയിട്ടും ഗിയർ മാറിയിട്ടില്ല. ഞാൻ ഒന്നുകൂടെ പ്ലസിലോട്ട് കൊടുക്കുകയാണ്, 3rd ഗിയർ ഷിഫ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ 3rd ഗിയറിലാണ് പോകുന്നത്, നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. അതുകൊണ്ട് AMT വാഹനങ്ങൾ യൂസ് ചെയ്യുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗിയർ ഷിഫ്റ്റിങ്
കുറച്ചെങ്കിലും കൃത്യമായിട്ട്, അതായത് ഒരു കയറ്റം കയറുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു ഇറക്കം ഇറങ്ങുന്ന സമയത്തോ കുറച്ചൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ആ സമയത്ത് കഴിവതും മാനുവലിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് ഓടിക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒരു ഓപ്ഷൻ മാത്രമാണ്. നിങ്ങളൊരു ഓട്ടോമേറ്റഡ് വാഹനം എടുക്കുന്നത്, അതായത് ഒരു AMT വാഹനം എടുക്കുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഞാനിവിടെ സംസാരിച്ചത് മാനുവൽ കൊടുത്തിരിക്കുന്നതും നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ഫ്യൂൽ എഫിഷ്യൻസി കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ രീതിക്ക് ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഫ്യൂൽ എഫിഷ്യൻസി കിട്ടും എന്നുള്ളൊരു സജഷൻ തരാൻ വേണ്ടി മാത്രം. കാരണം അല്ലെങ്കിൽ ഇപ്പോൾ പലരും വന്ന് ചോദിക്കുക, എന്നാൽ പിന്നെ ഓട്ടോമാറ്റിക് എടുക്കേണ്ട കാര്യമുണ്ടോ, മാനുവൽ എടുത്താൽ പോരെ എന്നൊരു ചോദ്യം പ്രതീക്ഷ കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. ആ ഒരു കാര്യം എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. ഞാൻ ആരെയും കുറ്റം പറഞ്ഞതല്ല, പക്ഷേ കാര്യം പറഞ്ഞതാണ്. ഓക്കെ, അപ്പം മാനുവൽ ഓടിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇത് ചില സമയത്തെങ്കിലും, അതായത് ഒരു ഇറക്കമൊക്കെ ഇറങ്ങുന്ന സമയത്ത് മാനുവലിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. നമുക്ക് കൂടുതൽ ഫ്യൂല് കത്തില്ല, അങ്ങനെയൊക്കെ ഗുണങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം പിന്നെ എന്നെ ഒരു സബ്സ്ക്രൈബർ വിളിച്ച് ചോദിച്ചൊരു കാര്യമാണ്, എൻ്റെ വാഹനം ഇതുപോലെ നിയോസ് ആണ്, ഫസ്റ്റ് ഗിയർ ഇട്ട് ഞാനൊരു ഇറങ്ങിയ സമയത്ത് വാഹനം ഭയങ്കര സ്പീഡിലാണ് ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞായിരുന്നു. ഇപ്പം ഞാനൊരു ഇറക്കമാണ് ഇറങ്ങുന്നത്, നല്ല കുത്തിനുള്ളൊരു ഇറക്കമല്ല, എന്നാലും അത്യാവശ്യം നല്ലൊരു ഇറക്കമാണ് ഇറങ്ങുന്നത്, ഫസ്റ്റ് ഗിയറിലാണ് പോകുന്നത്. ഈ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യും. പക്ഷെ നല്ല കുത്തിനുള്ള ഇറക്കത്തിൽ സ്പീഡിൽ പോവുകയാണെങ്കിൽ ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ സ്പീഡ് കുറയുന്നതായിരിക്കും. അപ്പം എനിക്ക് തോന്നിയൊരു കാര്യമാണ്, നല്ല കുത്തിനുള്ള ഇറക്കമാണെന്നുണ്ടെങ്കിൽ ചിലപ്പം നല്ല സ്പീഡിൽ പോവുകയാണെങ്കിൽ, മീൻസ് നമ്മൾ RPM കൊണ്ടൊന്ന് നോക്കുക, അങ്ങനെ നോക്കിയിട്ട് നമുക്കൊരു സപ്പോർട്ടിന് മാത്രമാണ് ഞാൻ ഗിയറിലോട്ട് ഇടണം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം. ആ കൂട്ടത്തിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് ബ്രേക്കിംഗ് കൂടെ ചെയ്തോണം. 4th ഗിയറിൽ പോയി ബ്രേക്ക് ചെയ്യുന്നതും ഫസ്റ്റ് ഗിയറിൽ പോയി ബ്രേക്ക് ചെയ്യുന്നതും നമുക്ക് ഏറ്റവും കൂടുതൽ ബ്രേക്ക് എഫിഷ്യൻസി കിട്ടുന്നത് ഫസ്റ്റ് ഗിയറിൽ തന്നെയായിരിക്കും. എനിക്ക് ഹുണ്ടായുടെ വാഹനങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് ഹോണ്. കിടുക, ഒരു രക്ഷയില്ല കേട്ടോ. കാരണം വേറെ പല കമ്പനീസും ഇത് കണ്ടുപഠിക്കണം എന്ന് തന്നെ ഞാൻ പറയും. നല്ലൊരു ഹോണ്, കൊടുക്കുന്ന പൈസയ്ക്ക് ഈ ഒരു കാര്യങ്ങളിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ, വലിയ പ്രൈസൊന്നും വരുന്നില്ല, എന്നാൽ ആ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുമ്പോഴത്തേക്കും ഒരു ഗാംഭീര്യമുണ്ട്, രസമുണ്ട്. ഈ വാഹനത്തിലുള്ള ഒരു ഫീച്ചർ കൂടി ഞാൻ പറഞ്ഞുതരാം. ഇതിന് ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് ഉണ്ട്. അതായത് നമ്മളിപ്പോൾ വാഹനം ഇതുപോലെ ബ്രേക്ക് അപ്ലൈ ചെയ്തു, ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ വാഹനം ഇങ്ങനെ നിൽക്കും, കണ്ടോ? അത് നല്ലൊരു ഫീച്ചറാണ്. അപ്പോൾ അതൊക്കെ കയറാനാണ് നോക്കുന്നത്. ഞാൻ ഒന്നുകൂടെ ബ്രേക്ക് ചെയ്തു, ബ്രേക്കിൽ നിന്ന് ഞാൻ കാലെടുക്കുന്നു. ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം, നോക്കിക്കോണം. ഞാനിപ്പോൾ ബ്രേക്കിൽ നിന്ന് കാലെടുത്തു, വാഹനം അതുപോലെ തന്നെ നിൽപ്പുണ്ട്. ഇപ്പം നല്ലൊരു കയറ്റമാണ്, ഈ കയറ്റത്തിൽ കയറാനാണ് നോക്കുന്നത്. ഞാൻ ഒന്നുകൂടെ ബ്രേക്ക് ചെയ്തു, ബ്രേക്കിൽ നിന്ന് പതുക്കെ കാലെടുത്തു, ഇതേ പിന്നെയും കയറുന്നു, ഒന്നുകൂടെ ബ്രേക്ക് ചെയ്തു, ബ്രേക്കിൽ നിന്ന് കാലെടുത്തു. നല്ലൊരു കുത്തനെയുള്ളൊരു ഇറക്കത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇനി നമുക്ക് തിരിച്ചും കൂടെ ഒന്ന് നോക്കാം. ഒരു ഇറക്കം ഇറങ്ങുന്ന സമയത്ത് ബ്രേക്ക് ചെയ്താലുള്ള ഗുണം കൂടെ നമുക്കൊന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു ഡ്രൈവ് വരികയാണ്. ഇപ്പം ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് ബ്രേക്ക് അപ്ലൈ ചെയ്തു, ബ്രേക്കിൽ നിന്ന് കാലെടുത്താൽ അതേ വാഹനം ഫ്രണ്ടിലോട്ട് പോകുന്നുണ്ട്. ബ്രേക്കിൽ നിന്ന് കാലെടുത്താൽ വാഹനം ഫ്രണ്ടിലോട്ട് പോകുന്നത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാം. ഇപ്പം ഞാൻ ഇറക്കത്തിലാണ്, കാലെടുത്തു, വാഹനം താഴോട്ട് പോകുന്നുണ്ട്. ഓക്കെ, ഇനി ഞാനിത് റിവേഴ്സ് ഇടുകയാണേ, നോക്കിക്കോണം. റിവേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ബ്രേക്കിൽ നിന്ന് കാലെടുത്തു, വാഹനത്തിന് അനക്കമൊന്നുമില്ല, എന്നാൽ പതുക്കെ പുറകോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്. നല്ലൊരു കാര്യമാണ്. ലേഡീസിനൊക്കെ കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ പറയുന്നു. ഒന്നുകൂടെ ഞാൻ ബ്രേക്കിൽ നിന്നൊക്കെ കാലെടുത്തു, ആക്സിലേറ്റർ ഫ്രീ ആണ്, വാഹനം പതുക്കെ പുറകോട്ട് പോകുന്നുണ്ട്. നല്ലൊരു ഫീച്ചറാണ്. AMT ഈ ഒരു ഫീച്ചർ കിടുവാന്ന് തന്നെ ഞാൻ പറയും, കിടു. അപ്പം നിങ്ങൾക്കിപ്പം DRൽ കത്തി നിൽക്കുന്ന കാണാൻ സാധിക്കും, ഇല്ല, കെട്ടുപോയി. എന്തുകൊണ്ടാണെന്നല്ലേ, പലപ്പോഴും നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇറങ്ങുന്ന സമയത്ത് DRൽ കത്തി നിൽക്കുന്നതാണ്. എന്നാൽ ഇപ്പോഴത്തെ പുതിയ മോഡൽ വാഹനങ്ങളിലൊക്കെ വരുന്നൊരു ചെറിയ വ്യത്യാസമാണ്, ഹാൻഡ് ബ്രേക്ക് എപ്പം നമ്മൾ അപ്ലൈ ചെയ്യുന്നു അന്നേരം DRൽ ഓഫ് ആവും. ഞാൻ വാഹനത്തിലോട്ട് പോയിട്ട് ഇപ്പോൾ ഹാൻഡ് ബ്രേക്ക് ഒന്ന് ഡൗൺ ചെയ്ത് കാണിച്ചു തരാം. വാഹനം സ്റ്റാർട്ട് ചെയ്യാനൊന്നും ഞാൻ നോക്കുന്നില്ല. ഹാൻഡ് ബ്രേക്ക് താത്തു, ഇപ്പം കത്തിയോ? യെസ്, ഇപ്പം കത്തി. ഇതാണ് ഇതിൻ്റെ പരിപാടി. നമുക്കിതിൻ്റെ AMT യൂണിറ്റ് വേണ്ട ഇവിടെ കാണാൻ സാധിക്കും. ഏതായാലും വലിയൊരു യൂണിറ്റ് അല്ല, ഒരു കുഞ്ഞൻ യൂണിറ്റാണ്. എനിക്കൊന്ന് മാരുതിയുടെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് വ്യത്യാസം വരുന്നുണ്ട്. കിയ, ഹുണ്ടായി രണ്ടിൻ്റെ ലോഗോ അവിടെ കൊടുത്തിരിക്കുന്നത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും ഇതിൻ്റെ ടെക്നോളജിയും നല്ല ഡിഫറൻസ് ഉണ്ട്. ഒരു നോർമൽ AMT ഗിയർ ബോക്സിൻ്റെ ടെക്നോളജി അല്ല ഇവിടെ വരുന്നത്. ഇതിന് നമുക്ക് ഇൻറ്റീരിയറിൽ 3 കളർ തീമുകളാണ് ഈ ഒരു വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അത് ഏതായാലും നല്ലൊരു ഓപ്ഷനാണ്. ബ്ലാക്ക് വരുന്നൊരു തീമുണ്ട്, പിന്നെ ഫുൾ വൈറ്റ് ആയിട്ട് വരുന്നത്. വൈറ്റ് ശരിക്കും പറഞ്ഞാൽ കുറച്ചൊരു ബോറിംഗ് ആയിട്ട് നമുക്ക് തോന്നും. ബോറിംഗ് എന്ന് പറഞ്ഞാൽ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. പിന്നെ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ആൾക്കാരൊക്കെയാണ്. ഇപ്പം ഞാനൊക്കെ പേഴ്സണലായിട്ട് നോക്കാനാണെങ്കിൽ എപ്പോഴും ഈ വാഹനത്തിൻ്റെ പല പണികളൊക്കെ ആയിട്ട് നടന്നിട്ട് കൈ മുഴുവൻ ചെളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന് തിരിച്ച് ഈ വാഹനത്തിൽ കയറി കഴിയുമ്പോൾ ഇവിടെയൊക്കെ ഒന്ന് പിടിച്ച് കഴിയുമ്പോൾ വൈറ്റ് എന്നുള്ള കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം ഗ്രേ ആൻഡ് ബ്ലാക്ക് ആയിപ്പോവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതിൻ്റെ തീംസ് പലതും അവൈലബിൾ ആണ്. അതായത് ബ്ലാക്ക് ആൻഡ് റെഡ് തീം അവൈലബിൾ ആണ്, ബ്ലാക്ക് ആൻഡ് സിൽവർ അവൈലബിൾ ആണ്, പിന്നെ ഫുൾ വൈറ്റും അവൈലബിൾ ആണ്. അങ്ങനെ നമ്മൾ നന്നായിട്ട് കാല് കൊടുത്ത് ഈ വാഹനം ഓടിച്ചപ്പോൾ മൈലേജ് താഴോട്ട് 11.8 ആയിരിക്കുകയാണ്. വാഹനം 2
സ്പെക്കിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് പെട്രോൾ വേരിയൻറ്റും അവൈലബിൾ ആണ്, CNG വേരിയൻറ്റ് അവൈലബിൾ ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് CNG വേരിയൻറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഫ്യൂൽ എഫിഷ്യൻസി കിട്ടുന്നതായിരിക്കും. ഏകദേശം 60 ലിറ്ററോളം തന്നെ കപ്പാസിറ്റി വരുന്നുണ്ട് നമ്മുടെ CNGയുടെ കപ്പാസിറ്റി. ഓവറോൾ ഈ ഒരു വാഹനത്തിൻ്റെ കാര്യങ്ങൾ പറയാനാണെങ്കിൽ അത്യാവശ്യം മോശപ്പെട്ട വഴിയൊക്കെ ഞാൻ ഓടിച്ചു നോക്കിയപ്പം സസ്പെൻഷൻ സ്റ്റിഫല്ല എന്നാൽ അത്ര റിജിഡും അല്ല, ഒരു നോർമൽ രീതി തന്നെയാണ്. അതായത് ഒരു സാധാരണ ഒരു സസ്പെൻഷൻ്റെ രീതി തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഒത്തിരി സോഫ്റ്റും അല്ല, ഒത്തിരി ഹാർഡും അല്ല. അതുകൊണ്ട് ബാക്കിലൊക്കെ ഒരു 3 പേര് ഇരുന്നാലും അത്രയും ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അതുപോലെ തന്നെ സ്പീഡിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് റവ് ചെയ്ത് കയറി വരുന്നുണ്ട്. 2500 മേളിലോട്ട് കയറി കഴിഞ്ഞാൽ 2500 RPM മേളിലോട്ട് കയറി കഴിയുമ്പോഴത്തേക്കും നല്ല രീതിക്ക് നമുക്ക് സ്പീഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അഗ്രസീവായിട്ട് നമുക്ക് വാഹനം ഓടിക്കണമെങ്കിൽ. പക്ഷേ അങ്ങനെ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ഫ്യൂൽ എഫിഷ്യൻസി താഴെ പോകുന്നതായിരിക്കും. അതും കൂടി നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. പിന്നെ ഈ വാഹനം എനിക്ക് ഏതായാലും പേഴ്സണലി ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്ക് പ്രത്യേകിച്ച് ഇതിൽ ഹുണ്ടായുടെ ഒരു കാര്യത്തിൽ ഏറ്റവും എടുത്ത് പറയാനുള്ള ഒരു കാര്യം അതിൻ്റെ സ്റ്റിയറിംഗ് ആണ്. പവർ സ്റ്റിയറിംഗ് ഒരു രക്ഷയില്ല, അതുപോലെ സ്മൂത്താണ്. ഇലക്ട്രിക് ആണ് വരുന്നത്, ഓട്ടോമാറ്റിക്സ് ഓക്കെ, കുഴപ്പമില്ല. അപ്പം ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വാഹനം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കമൻറ്റ് കൂടെ കൊടുക്കുക. എന്തെങ്കിലും സംശയം ഈ വാഹനത്തിൻ്റെ പ്രൈസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാനിവിടെ കൊടുത്തേക്കാം. ഓൺ റോഡ് പ്രൈസ് തന്നെയാണ് ഞാൻ ഏറ്റവും ടോപ്പിൻ്റെയും ബേസിൻ്റെയും പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ പോപ്പുലർ ഹുണ്ടായുടെ നമ്പർ ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അവരെ വിളിച്ച് എൻക്വയറി നടത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.